മാസത്തിലൊരിക്കൽ എൻ്റെ അനിയൻ ഹെൽത്ത് കോൺഷ്യസ് ആകുമ്പോൾ അവൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഷോപ്പിംഗ് മസ്റ്റാണ്. വേറെ എവിടേക്കല്ല, ഞങ്ങൾ ഹൈലൈറ്റ് മോളിലേക്കാണ് പോവാറ്. അവിടുന്ന് ഞങ്ങളുടെ കുട്ടി കുട്ടി ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് ഒരു ലേസ് പാക്കറ്റും മേടിച്ച് തിരിച്ചങ്ങോട്ട് ട്രാവൽ ചെയ്യും. പിന്നെ നട്ടപ്പാതിരയ്ക്ക് വീട്ടിലെത്തും. ഈ ശീലമെല്ലാം വന്നു തുടങ്ങിയത് കൊറോണ കാലത്താണ്. അന്ന് ആദ്യമായിട്ടാണ് നിന്നി ചേച്ചി ഞങ്ങളെ ഹൈലൈറ്റ് മാളിൽ കൊണ്ടുപോകുന്നത്. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ഫോക്കസ് മാളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഹൈലൈറ്റ് കുറച്ച് ദൂരെയായിരുന്നു. പിന്നെ ഹൈവേന്റെ പണിയൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഹൈലൈറ്റിലേക്ക് പോയി തുടങ്ങിയത്. പിന്നെ കൊറോണയൊക്കെ ഒന്ന് മാറി വന്ന ടൈമിൽ നമ്മൾ കസിൻസ് എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ കൂടുതലും ഹൈലൈറ്റ് മാൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ഒക്കേഷണലി ഞങ്ങൾ ഇങ്ങനെ പോവാറുണ്ട്. ചിലപ്പോൾ കസിൻസിന്റെ കൂടെ ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ രണ്ടാളും ഒരുമിച്ചായിരിക്കും. പെട്ടെന്നുണ്ടാവുന്ന സഡൻ ഷോപ്പിംഗ് ആയിരിക്കും ഇതെല്ലാം. ഇപ്പം ഹൈലൈറ്റ് മാളിലൊക്കെ നല്ല തിരക്കാണല്ലോ. ഇന്നിപ്പം മാളുകൾ യൂസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ പണ്ട് 2020 ഒക്കെ ആവുന്ന സമയത്ത് ഇതെല്ലാം എക്സ്പ്ലോർ ആയി വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി കൂടുതലും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് എസെൻഷ്യൽസ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അവിടുന്ന് വാങ്ങാറുള്ളൂ. ചിലപ്പോഴൊക്കെ അല്ലറ ചില്ലറ കാര്യങ്ങൾ കുറച്ച് ഫാസിനേഷൻ തോന്നി അവിടുന്ന് മേടിക്കുമെങ്കിലും നമ്മൾ എപ്പോഴും ബോധേഡ് ആയിരുന്നു നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. എനിക്കിങ്ങനെ ഷോപ്പിംഗ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വാങ്ങുന്നതിനേക്കാളും അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കൂടുതലും ഫോക്കസ് കൊടുക്കാറുള്ളത് സ്റ്റേഷനറി ഏരിയയിലേക്കും ഫുഡ് ഏരിയയിലേക്കും ഒക്കെ ആയിരിക്കും. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു കൊച്ചി വൈബ് തന്നെയാണ്. കൊച്ചിയിൽ ലുലു മാളിൽ ഒറ്റയ്ക്ക് ഷോപ്പിംഗ് ചെയ്ത് നടന്നിട്ടുള്ള ഞാൻ ആ വൈബൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുന്ന ഫീലായിരിക്കും എനിക്കുണ്ടാവും. ഞങ്ങളിങ്ങനെ പോകുന്ന മിക്കവാറും ദിവസങ്ങളിലും ഓൾമോസ്റ്റ് ഈവനിങ് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ഇറങ്ങുന്നുണ്ടാവുക. കാരണം എല്ലാവരുടെയും വർക്കൊക്കെ കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ഷോപ്പിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുക. മിക്കവാറും എല്ലാ ടൈമിലുള്ള ഷോപ്പിങ്ങിലും മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും ലേസ്. ലേസ് അത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ അത് ഞങ്ങളുടെ മസ്റ്റ് ഹാവ് ആണ് എന്നുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും ട്രാവൽ ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ ആ പച്ച ലേസ് പൊട്ടിച്ച് ഞങ്ങളിങ്ങനെ ബൈക്കിൽ കഥയും പറഞ്ഞ് ലേസും ഷെയർ ചെയ്ത് അങ്ങനെ കഥ പറഞ്ഞായിരിക്കും വീട്ടിൽ തിരിച്ചെത്താറുള്ളത്.